आदाब। आज मैं आप लोगों के सामने उर्दू के मशहूर अफसाना निगार सादत हसन मंडो और उनकी जो अफसाना खुदकुशी है उसका तारुफ करवाना चाहता हूँ। आप लोग जानते हैं कि सादत हसन मंडो उर्दू के सफ़े अव्वल के अफसाना निगारों में होता है। സാദ് ഹസൻ മണ്ടോ അദ്ദേഹം ഉറുദുവിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള അഫ്സാന നിഗാർമാരിൽപ്പെട്ട ഒരാളായിരുന്നു. अफसाना निगार अफसाने एഴുതുന്ന ആളുകൾ, शॉर्ट स्टोरी राइटर्स। उनकी पैदाइश 11 मई 1912 ईस्वी को समराला जिला लुधियाना में हुई. लुधियाना ജില്ലയിൽപ്പെട്ട സമറാല എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. कुछ दिनों अखबार मुसावात और हफ्त रोजा मुसव्विर के मुदीर के हैसियत से खिदमत अंजाम दी. കുറച്ചു കാലം അദ്ദേഹം ഒരു പത്രമായിരുന്നു മുസാവാത്ത് എന്നുള്ള, അതുപോലെ തന്നെ മറ്റൊരു വീക്കിലി ആയിരുന്ന മുസവ്വിർ. ഇതിന്റെ രണ്ടിന്റെയും എഡിറ്റർ ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തു. ऑल इंडिया रेडियो में भी मुलाजिमत की, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് വേണ്ടി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. इस दौरान कई रेडियाई ड्रामे और फीचर भी लिखे. रेडियोക്ക് വേണ്ടിയിട്ടുള്ള ഡ്രാമകൾക്കാണ് എന്ന് പറയുക റേഡിയായി ഡ്രാമ. പിന്നെ रेडियो में नशर करने के लिए जो ड्रामे लिखे जाए उसको रेडियाई ड्रामा कहते हैं. അതുപോലെ തന്നെ ഫീച്ചറുകളും അദ്ദേഹം എഴുതി. कुछ अरसा बॉम्बे में रहकर फिल्मी दुनिया में कदम जमाने की कोशिश की. കുറച്ചു കാലം അദ്ദേഹം മുംബൈയിൽ താമസിച്ച അദ്ദേഹം ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെ तकसीम मुल्क के बाद लाहौर चले गए, यानी हमारे जो मुल्क हिंदुस्तान वो तकसीम जब हो गया, यानी आज़ादी के बाद जब तकसीम हो गया 1947 ईस्वी में, यानी आज़ादी के साथ साथ मुल्क तकसीम भी हुआ था और उसके बाद वो लाहौर चले गए. वहीं 18 जनवरी 1955 ईस्वी को इंतकाल कर गए. അവിടെയാണ് അദ്ദേഹം മരിച്ചത്. मंडो मार्क्स के नजरियात और तरक्की पसंद से तहरीक से मुतासिर थे. അദ്ദേഹം കാറൽ മാർക്സിന്റെ ആശയങ്ങളോട് യോജിപ്പുള്ള ആളും അതുപോലെ തന്നെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുമായിരുന്നു. അദ്ദേഹത്തെ ആ പ്രസ്ഥാനം അദ്ദേഹത്തെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. उन्होंने इंसानी नफ्सियात, जिन्स, तवाइफ, फसादात, सियासी मसाइल जैसे मौज़ूआत पर बहुत सारे अफसाने लिखे. അദ്ദേഹം അതുപോലെ തന്നെ ഇൻസാനി നഫ്സിയാത്ത്, മനുഷ്യന്റെ മനഃശാസ്ത്രം, അതുപോലെ തന്നെ ജിൻസ്, സെക്സ്, അതുപോലെ തന്നെ തവായിഫ്, വേശ്യാവൃത്തി, ഇതിനെ കുറിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഫസാദാത്ത്, കലാപങ്ങൾ, അതുപോലെയുള്ള विषयങ്ങൾ, അതുപോലെ തന്നെ സിയാസി മസാइल, पॉलिटिकल इश्यूज जैसे मौजूद पर बहुत सारे अफसाने उन्होंने लिखे हैं. ഈ വിഷയങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ ഈ അഫ്സാനകളിലും മറ്റുമൊക്കെ. उनका पहला अफसाना तमाशा है. അദ്ദേഹത്തിന്റെ ആദ്യത്തെ അഫ്സാനയുടെ പേരാണ് തമാശ എന്നുള്ളത്. जो जालियन वाला बाग अमृतसर में 1919 ईस्वी में बरतानवी फौज के हाथों निहत्ते और बेगुनाह लोगों के ഖത്ർ ആം से मुताल्लिक़ है. ഈ ഒരു അഫ്സാനയിലുള്ളത് പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയങ്ങൾ അതിലെന്താണ്, ആ ഒരു അഫ്സാനയുടെ തീം, അതിന്റെ പ്രധാന വിഷയം എന്താണ്, ജാലിയൻ വാലാബാഗ് 1919 ജാലിയൻ വാലാബാഗിലെ, അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് സൈനികർ അവരുടെ ക്രൂര മർദ്ദനങ്ങൾക്കിരയായി കൊല്ലപ്പെട്ട ആളുകളെ കുറിച്ചുകൊണ്ടാണ്. അങ്ങനെ അവിടെ വെച്ച് നടന്നിട്ടുള്ള ആ ഒരു ഖത്ല ആം, മാസ്കാർഡ് എന്ന് പറയാം, ആ ഒരു നരസംഹാരം, അതിനെ കുറിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ അഫ്സാനയായ തമാശയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. उन्होंने अपनी तख्लीकी जिंदगी में कम व बेश 230 अफसाने तहरीर किए. അദ്ദേഹത്തിന്റെ ഈ ഒരു രചനയിലൂടെ അദ്ദേഹം വെച്ചാൽ उनकी जो तख्लीकी जिंदगी, അദ്ദേഹത്തിന്റെ സൃഷ്ടികള് कम व बेश 230 अफसाने तहरीर किए हैं. അദ്ദേഹത്തിന്റെ 230ഓളം അഫ്സാനകൾ തന്നെ രചിച്ചിട്ടുണ്ട്. ടോബ ടെക്സിംഗ്, खोल दो, ठंडा गोश्त, दुआ, बू, नया कानून, काली शलवार, परी, बर्मी लड़की, खुदकुशी वगैरह उनके मशहूर अफसाने हैं. ഈ പറഞ്ഞതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള അഫ്സാനകൾ. അതുപോലെ നോക്കാം, ലസ്സത്തെ സംഗ്, मंडो के अफसाने, सियाह हाशिए, नमरूद की खुदाई,
सड़क के किनारे वगैरह उनके मशहूर अफसानवी मजमूए हैं. ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അഫ്സാനകളുടെ മജ്മുഅ സമാഹാരങ്ങൾ. लज्जत संगे, मंडो के अफसाने, सिया हाशिये, नमरूद की खुदाई, सड़क के किनारे. ഇതെല്ലാം ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ അഫ്സാനയിലേക്ക് കടക്കാം. അഫ്സാനയ്ക്ക് എന്താണ്? ഖുദ്കുഷി. ഖുദ്കുഷി എന്ന് പറഞ്ഞാല് ആത്മഹത്യ എന്നാണ് അതിനെ നമ്മൾ മലയാളത്തിൽ പറയുക. സാഹിദ്, ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് സാഹിദ്. जाहिद सिर्फ नामदी का जाहिद नहीं था, उसके ज़हद व तक़वा के भी कायल थे. उसने 20-25 बरस की उम्र में शादी की. उस जमाने में उसके पास 10,000 के करीब रुपये थे. शादी में 5,000 रुपये सर्फ हो गए. उतनी ही रकम बाकी रह गई. ഇതിന് ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്ന കാര്യം നോക്കാം. സാഹിദ് എന്നുള്ളത് വെറും ഒരു പേര് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേര് പോലെ തന്നെ അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹം അത്രമാത്രം എന്താണ് ഒരു മുത്തക്കിയായിരുന്നു. മുത്തക്കിയാണെന്ന് പറയുന്നത് നല്ല തന്മയുള്ള, പടച്ചവന് നല്ല പേടിയുള്ള, ഭയഭക്തിയുള്ള ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹം उसने 20-25 बरस की उम्र में शादी की. അദ്ദേഹം ചെയ്തു 20-25 बरस की उम्र में, അദ്ദേഹം ഒരു 20-25 വയസ്സിലാണ് അദ്ദേഹം ചെയ്തത്, അദ്ദേഹം കല്യാണം കഴിച്ചത്. उस जमाने में उसके पास 10,000 के करीब रुपये थे. कालघട്ടത്തിൽ उसके पास 10,000 रुपये उसके पास, 10,000 रुपीस उनके पास हाथ में थे. शादी पर 5,000 रुपये खर्च हो गए, सर्फ हो गए. शादी के लिए 5,000 यानी 5,000 उसके लिए खर्च हो गए और उतनी ही रकम बाकी रह गई, यानी शादी के बाद भी उनके पास 5,000 रुपये बाकी रह गए. ये जाहिद को नौका. जाहिद बहुत खुश था. अब ये शादीशुदा जिंदगी में, अज़दवाजी जिंदगी में, ये मैरिड लाइफ में അദ്ദേഹം बहुत खुश था. कारण उसकी बीवी बड़ी खुश हसरत और खूबसूरत थी. यानी उसकी बीवी बहुत खुश हसरत है, बहुत നല്ല ഒരു സൽ സ്വഭാവിയായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അവർ എന്താണ്? खूबसूरती, സുന്ദരി കൂടിയായിരുന്നു. उसको उससे बेपनाह मोहब्बत हो गई. अगर നമ്മുടെ സാഹിദിനെ അദ്ദേഹത്തിന്റെ വൈഫിനോട് വളരെയധികം സ്നേഹമായിരുന്നു. बेपनाह होगी സ്നേഹമായിരുന്നു. वो भी उसको दिलो जान से चाहती थी. वो बीवी भी उसी तरह जाहिद को बहुत चाहती थी. दिलो जान से हर तरीके से वो चाहती थी. दोनों समझते थे कि जन्नत में आबाद है. അങ്ങനെ നല്ല ഭാര്യയും അവരുടെ ഭർത്താവൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ ജീവിതം തന്നെ സുഖകരമായി തോന്നും. അതുപോലെ ഇന്ന് നമ്മളുടെ സാഹിദിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും തോന്നുകയാണെന്ന് അവര് ജന്നത്ത് മേ ആബാദ് ഹെ, അവരിപ്പോ സ്വർഗത്തിലാണോ വസിക്കുന്നത് തോന്നിക്കുന്ന രൂപത്തിലാകുന്നു അവരുടെ ഒരു മാരിഡ് ലൈഫ് എന്നുള്ളത്. അങ്ങനെ एक बरस के बाद उनके यहाँ एक लड़की पैदा हो गई. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണ് നമ്മളുടെ സാഹിദിന് എന്തുണ്ടാകുന്നത്? ഒരു കുട്ടി ജനിക്കുന്നത്. ഇവർക്ക് അങ്ങനെ ജോ മാ പറത്തി, അവൾ തീർത്തും ആരെ പോലെയായിരുന്നു? ആ കുട്ടി ഉമ്മയെ പോലെയായിരുന്നു. ഏനി വയസ്സ് ഹി ഹസീനു ജമീൽ, അത്രയും നല്ല ഹസീൻ ഓ ഖൂബ്സൂറത് ഹി വോ ഉസ്കി ലड़की, ബഡി ഗലാഫി ആൻഖേൻ, നല്ല സൗന്ദര്യമുള്ള, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കണ്ണുകളായിരുന്നു. ലംബി പരക്കെ, നല്ല നീണ്ട പുരികങ്ങളൊക്കെയുള്ള. മെഹബീൻ ആബ്രു, നല്ല അനിയമായ നല്ല ഒരു ആബ്രു ആയിരുന്നു. ഐബോസ് ചോട്ടാസ ലബോദഹൻ, ചെറിയ ചുണ്ടുകളൊക്കെയുള്ള നല്ല ലക്ഷണമൊത്ത നല്ല ഒരു സുന്ദരി കുട്ടിയായിരുന്നു. ഉസ് ലड़की का नाम सोचने में काफी देर लगी. അങ്ങനെ ഇത്രയും നല്ല ഈ ഒരു കുട്ടിക്ക് ഇവരെന്താ വെച്ചാൽ ഒരു പേര് നിർദ്ദേശിക്കുന്നതിന്, പേര് കണ്ടെത്തുന്നതിന് सोचने में काफी देर लगी, बहुत देर हो गई. അവരെന്ത് ചെയ്തു? ഏറെ വൈകിപ്പോയി. जाहिद और उसकी बीवी को दूसरों के तजवीज किए हुए नाम पसंद नहीं आते थे. അതിന് കാരണം ഒന്ന് സാഹിദും അദ്ദേഹത്തിന്റെ ഭാര്യ എന്തെങ്കിലും ഒരു പേര് കണ്ടെത്തില്ലായിരുന്നത്, പിന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കള് അല്ല മറ്റുള്ള ആളുകൾ എന്തൊക്കെ ഈ കുട്ടിക്ക് വേണ്ടി കണ്ടെത്തിയ പേര് എന്തായിരുന്നു? जो नाम तजवीज किए गए थे, जो नाम पेश किए गए थे, जो नाम प्रपोज किए थे,
वो जाहिद और उसकी बीवी को पसंद नहीं आई थी। അങ്ങനെ वो चाहती थी कि खुद जाहिद नाम बताए. അവർ ആഗ്രഹിച്ചിരുന്നത് ആര്? ജാഹിദിന്റെ ബീവി ആഗ്രഹിച്ചിരുന്നത് എന്താണ്? ജാഹിദ് തന്നെ പേര് കണ്ടെത്തട്ടെ കുട്ടിക്ക് എന്നായിരുന്നു. അങ്ങനെ ജാഹിദ് देर तक सोचता रहा. ജാഹിദ് അങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരുന്നു, പേര് ആലോചിച്ചുകൊണ്ടിരുന്നു. लेकिन उसके दिमाग में ऐसा कोई मौजू मुनासिब नाम न आया. പക്ഷെ എന്ത് ചെയ്തില്ല, അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ കുട്ടിക്ക് പറ്റിയ ഒരു മൗസൂൻ और मुनासिब രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. मौजून और मुनासिब यानी एक सूटेबल नाम नहीं आया जो अपनी बेटी के लिए मुंतखब करता. यानी अपनी बेटी के लिए रखने के लिए कोई अच्छा नाम उसके पास नहीं था. അദ്ദേഹത്തിന്റെ മകൾക്ക് വെക്കാൻ പറ്റിയ ഒരു പേര് അദ്ദേഹത്തിന് മുമ്പിലില്ലായിരുന്നു. उसने अपनी बीवी से कहा इतनी जल्दी क्या है, नाम रख लिया जाएगा. പറഞ്ഞത് എന്താ ഇത്ര തിരക്ക്? इतनी जल्दी क्या है, नाम रख लिया जाएगा, പേരൊക്കെ നമുക്ക് വെക്കാലോ എന്ന് പറയണം. പക്ഷേ बीवी मिस्र दी के नाम जरूर रख लिया जाए. मैं अपनी बेटी को इतनी देर बेनाम नहीं रखना चाहती. പക്ഷെ സ്ത്രീ എന്തായാലും അദ്ദേഹത്തിന്റെ സ്ത്രീ നല്ലൊരു വാശി പിടിച്ചു. ബീവി മിസ്രദി കെ വാശി പിടിച്ചത് നാം ജറൂർ രഖ് ലിയാ ജായേ, പേരൊക്കെ വെക്കാം എന്നൊക്കെ, എന്നാൽ പേര് എന്തായാലും വെക്കണമെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യന്റെ ഷാർട്ട് പിടിച്ചു. मैं अपनी बेटी को, കാരണം എന്താണ്, मैं अपनी बेटी को इतनी देर बेनाम रखना नहीं चाहती. എനിക്ക് ആഗ്രഹമില്ല എന്ത്, അവൾക്കൊരു പേരിടാതെ ഇങ്ങനെ നിർത്താൻ, ഒരു പേരില്ലാതെ നിർത്താൻ എനിക്ക് നല്ലൊരു ആഗ്രഹമില്ല എന്ന് അദ്ദേഹത്തിന്റെ വൈഫ് അദ്ദേഹത്തോട് പറഞ്ഞു. ഇത് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് वो कहता इसमें क्या हर्ज है, जब कोई अच्छा सा नाम जहन में आ जाएगा तो उस गुल को अपने के साथ टांग देंगे. നമുക്ക് നല്ല നല്ല പേരും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിൽ വന്ന് നമുക്ക് എന്ത് ചെയ്യാം, അവൾക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം, അവൾക്ക് പേര് അതാക്കാം എന്ന് പറയാണ്. അപ്പൊ ഇത് പറഞ്ഞപ്പോ വൈഫിന് എന്ത് ചെയ്ത അത്ര രസിച്ചില്ല. അവള് പറയണത് मैं उसे क्या कहकर पुकारो, मुझे बड़ी उलझन होती है. ഞാനിപ്പോ അവളെന്താ വിളിക്കുക, मुझे बड़ी उलझन, मुझे बड़ी परेशानी होती है, അത് പേരില്ലാതെ നിൽക്കുക എന്നുള്ളത്. फिलहाल बिटिया कह देना काफी है. അപ്പൊ അദ്ദേഹം പറയണത് ഇപ്പൊ നീ ബിട്ടിയ മീൻസ് മോളെ എന്ന് വെച്ചക്ക് മോളെന്ന് വിളിച്ചോളൂ എന്ന് പറയണത്. അപ്പൊ അത് കേട്ടപ്പോ അവള് പറയണത് ഈ കാഫി നഹീ ഹെ, മേരി ബിട്ടിയ കാ कोई नाम होना चाहिए. പറഞ്ഞാൽ പറ്റില്ല, മേരി ബിട്ടിയ കാ, എന്റെ മോക്ക് എന്തെങ്കിലും പേര് വേണം എന്ന് പറയാണ്. खुद ही कोई मुंतखब कर लो. അപ്പൊ അദ്ദേഹം പറയണത് വൈഫിനോട് നീ തന്നെ അങ്ങോട്ട് കണ്ടെത്തിയേക്ക്. അപ്പൊ വൈഫ് പറയണത് ഈ കാം ആപ്കാ ഹെ മേരാ നഹി, പേര് കണ്ടെത്താനുള്ള എന്റെ ചുമതലയല്ല, അത് നിങ്ങളുടേതാണ്. അങ്ങനെ എന്ത് ചെയ്തു, തോടെ ദിൻ ഇൻസാർ കരോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യും. മേ ഉറുദു കി ലുഗത് ലാത്താ ഹൂം, ഞാൻ എന്ത് ചെയ്യാം, ഒരു ഡിക്ഷണറി, ഉറുദു ഡിക്ഷണറി എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്ത് വരാം. उसको पहले सफे से आखिरी सफे तक गौर से देखूंगा. ഞാൻ എന്ത് ചെയ്യാം, उसको पहले सफे से फ्रॉम द फर्स्ट पेज to the bottom, ഏറ്റവും അവസാനത്തെ പേജ് വരെ, ലാസ്റ്റ് പേജ് തक എന്ത് ചെയ്യാം, मैं गौर से देखूंगा, ഞാൻ ശ്രദ്ധിച്ചു നോക്കാം. यकीनन कोई अच्छा नाम मिल जाएगा, നല്ല എന്തെങ്കിലും പേര് കിട്ടാതിരിക്കില്ല. मैंने आज तक ये कभी नहीं सुना था कि लोग अपने बच्चों बच्चियों के नाम डिक्शनरियों से निकालते हैं. സ്ത്രീ പറയുന്നത് मैंने आज तक, ഞാൻ ഇന്ന് വരെ എന്താണ്, ഈ കബി നഹി സുനാ താ, ഞാൻ കേട്ടില്ല എന്തൊക്കെ, ലോഗ് അപ്പനെ ബച്ചോം ബച്ചിയോം കെ നാം, ആളുകള് അവരുടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ പേര് ഡിക്ഷണറിയോ സെ നിക്കാൽത്തെ ഹെ, ഡിക്ഷണറിയിൽ നിന്നും എടുക്കുന്നതായിട്ട് എനിക്ക് അറിയില്ല, ഞാനത് കേട്ടിട്ടില്ല, എനിക്ക് അറിയില്ല. കേട്ടുകളവില്ലാത്ത സംഗതിയാണെങ്കിൽ നെഹി മേരി ജാൻ, അദ്ദേഹം വിളിച്ചു പറയണത് അല്ല, അങ്ങനെയൊന്നും അല്ല, മേരി ജാൻ, മേരി പ്യാരി എന്ന് പറയാണ്. നിക്കാൽത്തെ ഹെ മേരാ എക് ദോസ്ത് ഹെ, അല്ല അങ്ങനെയൊന്നും അല്ല, ആളുകൾ എടുക്കാറുണ്ട്. मेरा एक दोस्त है, एक सुहृത്തുണ്ട്, उसके जब बच्ची पैदा हुई तो
उसने फौरन उर्दू की लुगत निकाली. അങ്ങനെ അദ്ദേഹത്തിന് ഒരു മകള് ജനിച്ചപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം ഓടിച്ചെന്ന് വാങ്ങിച്ചതാണ് ഒരു ഉറുദു ഡിക്ഷണറി. എന്നിട്ടോ और उसकी वर्क गिरदानी करने के बाद एक नाम चुन लिया. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഡിക്ഷണറി മുഴുവൻ വായിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരു പേര് കിട്ടി. അങ്ങനെ ആ കുട്ടിക്ക് ആ പേര് വെച്ചു എന്ന്. അപ്പോ ഈ സാഹിദിന്റെ ബീവി ചോദിക്കാണ്, ക്യാ നാം ഥാ? എന്തായിരുന്നു ആ അവർക്ക് പേര് വെച്ചത്? നിഖർ. उसकी माना क्या है? എന്താ അതിന്റെ അർത്ഥം? उसकी माना है खुशबू. खुश നല്ല സുഗന്ധം എന്ന്. അപ്പൊ ഇത് കേട്ട വൈഫ് പറയണത്, ബടാ അച്ഛാ നാം ഹേ നിഖത് യാനി ഖുശ്ബു. ഓ നല്ല പേരാണല്ലോ നിഖത്ത് എന്നുള്ളത് അഥവാ ഖുശ്ബു എന്നുള്ളത്. അങ്ങനെയാണ് അപ്പൊ സാഹിദ് പറയണത്, യഹി നാം രഖ്ലോ, ഈ പേരിനോട് കിടന്നോട്ടെ എന്ന്. ഇത് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വൈഫ് സാഹിദ് की बीवी अपनी बच्ची को जो सो रही थी एक नजर देखा और कहा, नहीं मैं अपनी बिटिया के लिए पुराना नाम नहीं चाहती. അപ്പൊ അങ്ങനെ സാഹിദിന്റെ ബീവി പോയിട്ട് എന്ത് ചെയ്യാണ്? ആ കുട്ടിയെ എടുത്ത് നോക്കാണ്. ജുസോരഹി, കുട്ടിക്കാരെ കുട്ടി ഉറങ്ങിയായിരുന്നു ആ സമയത്ത്. ഏക് നസർ ദേഖോ, ഒന്ന് നോക്കിയിട്ട് അവള് പറഞ്ഞത്, നെഹി നീ അപ്പനെ ബിട്ടിയാക്കി, ഞാൻ എന്റെ കുട്ടിക്ക് എന്ത് ചെയ്യില്ല, പുരാന നാം നെഹി ചാത്തി, ഞാൻ പഴയ പേര് നോക്കാൻ ആഗ്രഹിക്കുന്നില്ല. പോയി നയ നാം തലാഷ് കീജിയെ, എന്നൊരു പുതിയ പേര് അന്വേഷിച്ച് കൊണ്ടുവരി. ജായിയെ ഡിക്ഷണറിയിലെ ആയിയെ, നിങ്ങളൊന്ന് ഡിക്ഷണറി എടുത്ത് വരി എന്ന് പറയണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് സാഹിദ് ഇത് കേട്ട് എന്ത് ചെയ്തു? മുസ്കുരായ, അദ്ദേഹം പുഞ്ചിരിച്ചു. ലേക്കിൻ മേരെ പാസ് പൈസ കഹാ ഹെ, പൈസ ഒന്നുമില്ലല്ലോ എന്ന്. അപ്പൊ അത് കേട്ടപ്പോ സാഹിദ് की बीवी भी मुस्कुराई, അവർക്കും ചിരി വന്നു. എന്നിട്ടോ मेरा पर्स अलमारी में है, എന്റെ പേഴ്സ് എന്താണ്? അൽമാരിയിലുണ്ട്. मेरे पर्स अलमारी में पड़ा है, उसमें जितने रुपये आपको चाहिए निकाल लीजिए. അദ്ദേഹത്തിന്റെ വൈഫ് പറയണത്, मेरा पर्स, എന്റെ പേഴ്സ് എവിടെ? अलमारी में पड़ा है, उसमें से जितने रुपये आपको चाहिए निकाल लीजिए, നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ എടുത്തോളൂ. സാഹിദ് ने बहुत बेहतर कहा, खूब अच्छा, गुड എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? अलमारी खोलकर उसमें से अपनी बीवी का पर्स निकाला. അങ്ങനെ അദ്ദേഹം ചെയ്തു, उसने अपनी बीवी का पर्स निकाल कर खोलकर पर्स को തുറന്നിട്ട് എന്ത് ചെയ്തു? उसमें से 10 रुपये का एक नोट लेकर बाजार रवाना हो गया. അങ്ങനെ അദ്ദേഹം ചെയ്തു, ഒരു 10 രൂപയുടെ നോട്ട് എടുത്തിട്ട് അദ്ദേഹം ബാസാർ, മാർക്കറ്റിലേക്ക് അദ്ദേഹം ചെയ്തു പോയി. എന്തിനെ? लुगत खरीदने, ഒരു ഡിക്ഷണറി വാങ്ങിക്കാൻ. वो कई कुतुब फरोशों की दुकान पर गया. ധാരാളം കുതുബ് ഫറോഷ്, കിതാബ് ബേച്ചനെ വാല, അദ്ദേഹം പുസ്തകങ്ങളൊക്കെ വിൽക്കുന്ന ആളുകളുടെ അടുത്ത് പുസ്തക കടയിലൊക്കെ വന്ന് നോക്കി. കൈ ലുഗത് ദേഖെ, ധാരാളം ഡിക്ഷണറി നോക്കി. ബാസ് തോ ബഹുത് ഖീമത്തി थी, ചിലതൊക്കെ എന്താണ് ഭയങ്കര റേറ്റ് ഉള്ളതാണ്, കോസ്റ്റ്ലി ആണ്. ജിൻകി തീൻ ജിൽദേ ദി, അതിനൊക്കെ എന്താണ് 3 എഡിഷൻസ് ഒക്കെ ഉള്ള, 3 വോള്യൂംസ് ഒക്കെ ഉള്ളതായിരുന്നു. കുച്ച് ബഡേ നാഖിസ് ഓർ നാഖിസ്, ചിലതാണെങ്കിൽ എന്തിനാകെ വളരെ മോശമാണ്. ആഖിർ ഉസ്നെ ഏക് ലുഗത് ജിസ്കി ഖീമത്ത് വാജിബി थी खरीद लिया. അങ്ങനെ അദ്ദേഹം നോക്കുമ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ഡിക്ഷണറി എടുത്തു. അതിന് ഉസ്കി ഖീമത്ത് വാജിബി, ഇതൊരു ന്യായമായ വില ഉള്ള ഒരു ഡിക്ഷണറി, അത് അദ്ദേഹം ഇത് खरीद लिया, परचेस कर लिया. और रास्ते में उसकी वर्क गिरदानी करता रहा. അങ്ങനെ അദ്ദേഹം ചെയ്തു, രാസ്തേ മേ വാപ്പസ് ആത്തെ വക്ത് അദ്ദേഹം ചെയ്തു उसकी वर्क गिरदानी, അതിന്റെ പേജുകളൊക്കെ ഇങ്ങനെ മറച്ചു വെച്ച് നോക്കിക്കൊണ്ടേയിരുന്നു. के नाम का मसला जल्द हल हो जाए. അദ്ദേഹം ചിന്തിക്കുന്ന എന്താണ്? बहुत जल्द उसके लिए कोई नाम तजवीज किया जाए, ഇത്രയും പെട്ടെന്ന് ഒരു പേരിടണം എന്നുള്ള ആഗ്രഹത്തിന്. അങ്ങനെ जब वो अनारकली में से गुजर रहा था, तो उसको एक दोस्त मिल गया. അങ്ങനെ അദ്ദേഹം അനാർക്കലി എന്ന് പറയുന്ന ഒരു ഏരിയയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് उनको एक दोस्त मिल गया, അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ കണ്ടുമുട്ടി. वो उससे अपने बूटों की दुकान में ले गया. അയാൾ എന്ത് ചെയ്തു? ഇയാളെ, നമ്മുടെ സാഹിദിനെ എന്ത് ചെയ്തു? അയാളുടെ ബൂട്ട് ഒക്കെ വിൽക്കുന്ന ഷൂ കച്ചവടമൊക്കെയുള്ള ഷോപ്പിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി. वहां उसे करीब 1 घंटे तक बैठना पड़ा. 1 മണിക്കൂർ അദ്ദേഹത്തിന് അവിടെ ഇരിക്കേണ്ടി വന്നു. क्योंकि बहुत देर के बाद उसने मुलाकात हुई थी. കുറെ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അദ്ദേഹവുമായിട്ട് കണ്ടുമുട്ടിയത്.
जब उसके दोस्त के दौरान गुफ्तगू में पता चला कि जाहिद के यहाँ लड़की पैदा हुई तो वो बहुत खुश हुआ. അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞു. इस दौरान गुफ्तगू, इस गुफ्तगू के बीच में उनके दोस्त को मालूम हुआ, जाहिद ने सुहृത്തിന് മനസ്സിലായത് कि जाहिद के यहाँ एक लड़की पैदा हो गई है. जाहिദിന് പെൺകുട്ടി ജനിച്ചിട്ടുള്ള കാര്യം അദ്ദേഹം അറിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് बहुत खुश हुआ, ഭയങ്കര സന്തോഷമായി. तिजोरी में से 11 रुपये निकाले और जाहिद से कहा. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു 11 രൂപ എടുത്തിട്ട് അദ്ദേഹം ചെയ്തു जाहिദിനെ കൊടുത്തിട്ട് പറഞ്ഞത് ഈ उस बच्ची को दे देना, കുട്ടി കൊടുക്കാൻ. कहना तुम्हारे चचा ने दिया है, എന്റെ ചാച്ച തന്നാണ്, ചാച്ച ഇൻസലാപ്പോ എന്താണ് തന്നാണെന്ന് പറയണം. नाम क्या रखा है उसका, അല്ല കുട്ടിക്ക് എന്താ പേരിട്ടത് എന്ന് ചോദിക്കണ്ടേ. जाहिद ने लुगत की तरफ देखा. അങ്ങനെ जाहिദിന്റെ ഡിക്ഷണറി എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു जिसकी जिल्द लाल रंग की थी. ആ ഡിക്ഷണറിയുടെ എന്താണ് കളർ, അതിന്റെ ജിൽദ്, അതിന്റെ എന്താ പറയാ, അതിന്റെ കവറിങ് എന്താണ് ചുവന്ന കളറായിരുന്നു. अभी तक कोई नाम अच्छा नहीं, अच्छा सूझा नहीं. എന്താണ് कोई अच्छा नाम सूझा नहीं. जाहिद പറയുന്നത് ഇതുവരെ നല്ല പേര് എന്ത് ചെയ്തില്ല, सूझा नहीं मिला. अब उसके दोस्त ने जूते को कपड़े से साफ करते हुए कहा. അപ്പൊ അദ്ദേഹത്തിന്റെ उसके दोस्त അയാൾ എന്ത് ചെയ്യണം, ജൂത്തേക്കോ ഷൂ എന്ത് ചെയ്യണം, പോളിഷ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വൃത്തിയാക്കിക്കൊണ്ട് പറയണത് यार नाम रखने में दिक्कत ही क्या पेश आती है. എന്താ പേര് വെക്കുന്നതിന് ഇത്ര വലിയ ദിക്കത്ത്. उसकी क्या तकलीफ है, क्या मुश्किल है. ഷമീന है, ഷാഹിന है, നസ്രീൻ है, അൽമാസ് है. എന്നിട്ട് അദ്ദേഹം കുറെ പേരുകളൊക്കെ സജസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഷമീന എന്നും ഷാഹിന എന്നും നസ്രീൻ എന്നും അൽമാസ് എന്നൊക്കെ. ഇത് കേട്ടിട്ട് जाहिद ने जवाब दिया ये सब बकवास है, ഇതൊക്കെ ബക്വാസാണ്, ഇതൊന്നും ഒരു കൊള്ളാൻ പറ്റുന്ന പേരുകളല്ല. उसके दोस्त ने जूता डिब्बे में रखा. അദ്ദേഹത്തിന് സുഹൃത്ത് എന്ത് ചെയ്തു, ആ ചെരുപ്പെടുത്തിട്ട് എന്ത് ചെയ്തു, ഷൂ എടുത്തിട്ട് എന്ത് ചെയ്തു, ആ അതിന്റെ ബോക്സിലിട്ടു. എന്നിട്ടോ तो अब जो बकवास तुम करोगे, तो अब जो बकवास तुम करोगे वो भी हम सुन लेंगे. അപ്പൊ അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞത് तो അങ്ങനെയാണെന്നുണ്ടെങ്കിൽ अब जो बकवास तुम करोगे, നീ എന്ത് ബക്വാസാണ് കാണിക്കാൻ പോകുന്നത്, वो भी हम सुन लेंगे, അത് നമുക്ക് കേൾക്കാലോ, വലിയ പേരൊന്നും കാണണല്ലോ എന്ന്. उसके बाद उठकर उसने जाहिद को गले से लगा लिया. അങ്ങനെ ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം എന്ത് ചെയ്തു, നമ്മൾ जाहिദിനെ गले से लगाना കെട്ടിപ്പിടിച്ചു. खुदा उसकी उम्र दराज करे എന്നിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, खुदा उसकी उम्र दराज करे, അവളുടെ വയസ്സ് പടച്ചവൻ ഏറ്റിട്ട് കൊടുക്കട്ടെ എന്ന്. പിന്നെ उम्र दराज करे, नाम हो न हो उससे क्या फर्क पड़ता है. പേരുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതിൽ എന്ത് വ്യത്യാസമാണ്, എന്ത് പ്രശ്നമാണ് വരാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അങ്ങനെ जाहिद जब दुकान से बाहर निकला तो उसने सोचना शुरू किया कि वाकई नाम में क्या रखा है. അങ്ങനെ അദ്ദേഹം ആ കടയിൽ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ उसने सोचना शुरू किया, അദ്ദേഹം ആലോചിക്കാൻ തുടങ്ങി कि वाकई नाम में क्या रखा है, അല്ല പേരിൽ ഇപ്പൊ എന്താ അത്ര വലിയ സംഭവം ഉള്ളത് എന്ന് ഇങ്ങനെ ഇയാൾ ആലോചിക്കാൻ തുടങ്ങിയാണ്. അങ്ങനെ എന്ത് ചെയ്തു, എന്നിട്ട് പറയണത് खैराती का मतलब नहीं कि वो बड़ी खैरात करता है. ഒരാളുടെ പേര് വലിയ ഖൈറാത്തി എന്നാണ് വെച്ചത് എങ്കിൽ, ഖൈറാത്തി എന്ന സംഭാവന കൊടുക്കുന്ന ആളെ എന്ന് വെച്ചാണ് രീതി, അതിന്റെ അർത്ഥം എന്തല്ല, ബടി ഖൈറാത്ത് കർത്താ ഹെ, വലിയ സേവനം ചെയ്യുന്ന സംഭാവന കൊടുക്കുന്ന ആളെ എന്നതിന് അർത്ഥമില്ലല്ലോ എന്ന്. ഇതൻ ക്യാ ബല ഹെ, ഇതിനെന്ന് വെച്ചാൽ എന്താ തെറ്റുള്ളത്. ഇനി അടുത്ത് പറയണത് उसके जी में आया कि लुगत किसी गंदी मोरी में फेंक दे. അദ്ദേഹത്തിന് തോന്നാണ് എന്ത് उसके जी में आया, മനസ്സിൽ വന്നത് लुगत किसी गंदी मोरी में फेंक दे. എന്താണ് ഈ വേസ്റ്റ് വസ്തുക്കൾ ഇടുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം,
ആ പുസ്തകം എന്താണ് ഡിക്ഷണറി കൂടി അങ്ങോട്ട് ഇട്ടാലോ എന്ന് തോന്നുകയാണ്. ഇത് വലിച്ചെറിഞ്ഞാലും തോന്നുകയാണ്. और घर जाकर अपनी बीवी से कहे, അങ്ങനെ എന്താണ് अपनी बीवी को घर में जाकर कह दे मेरी जान नाम में कुछ नहीं रखा बस ये दुआ करो कि बच्ची की उम्र दराजी हो. ഒരു കാര്യം ചെയ്യും എന്ന് പറയണത് ബീവിയുടെ പറയണേ, ഭാര്യയുടെ പറയണത് മേരി ജാൻ, എന്റെ ജീവനെ എന്ന് പറയണേ. നാം കുശ് നഹീ രഖാ, പേരിലൊന്നും ഒരു സംഭവം ഒരു കാര്യമില്ല. ബസ് യേ ദുആ കരോ കി ബച്ചി കി ഉംർ ദറാസ് ഹോ, ഞാൻ കുട്ടിക്ക് ദീർഘായുസ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയണം. എന്നിട്ട് വോ മുഖ്തലിഫ് ഖയാലാത് മേ ഖറഖ്ത, അപ്പൊ അങ്ങനെ അദ്ദേഹം നമ്മുടെ മെയിൻ കഥാപാത്രമായിട്ടുള്ള സാഹിദ് അദ്ദേഹം എന്തോ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ലേക്കിൻ മാലൂം നഹീ ക്യോ, എന്താണ് പ്രശ്നം എന്നുള്ളത്, ഉസ്കാ ദിൽ മേ ഗൈർ മാമൂലി തൗർ പർ ധടക് രഹാ താ, അദ്ദേഹത്തിന്റെ ചിന്തകളിലൊക്കെ എന്താണത്, ഏക ഗൈർ മാമൂലി ധടക് രഹാ താ, ഒരു അപൂർവമായ മിടിപ്പ് അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നുണ്ടായിരുന്ന സമയത്ത്. उसने सोचा कि शायद ये उसकी प्रागंदा ഖയാലി का बाइस है, ഇതൊക്കെ എന്താണ് ഒരു പഴയ പഴഞ്ചൻ ചിന്താഗതിയുടെ ഭാഗമായിട്ട് ആണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. പ്രാഗന്ത ഖയാലി का बाइस है उसकी सबब से है थोड़ी दूर चलने के बाद, അങ്ങനെ കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ എന്ത് ചെയ്തു, चलने के बाद उसकी तबीयत ज्यादा मुस्तरिब हो गई, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു തബിയത്ത് എന്താണ് ശരീരം അല്ല ആരോഗ്യം അതൊക്കെ എന്ത് ചെയ്തു, ज्यादा मुस्तरिब हो गई है, ആ കൂടെ ഇങ്ങനെ വ്യഗ്രതപ്പെട്ട് നിൽക്കുകയാണ് എന്ന് അദ്ദേഹം തോന്നുന്നു. അങ്ങനെ थोड़ी दूर चलने के बाद उसकी तबीयत ज्यादा मुस्तरिब हो गई थी, അദ്ദേഹത്തിന് മിടിപ്പൊക്കെ അദ്ദേഹം കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിന് മിടിപ്പൊക്കെ കൂടാൻ തുടങ്ങി. वो चाहता था कि उठकर घर पहुंचे, അദ്ദേഹം ആഗ്രഹിച്ചതായിരുന്നു ഇവിടെ നിന്നൊക്കെ എണീറ്റിട്ട് ഇത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു ആഗ്രഹത്തിലായിരുന്നു. അങ്ങനെ പहुंचे, അദ്ദേഹം എത്തിച്ചേർന്നു. अपनी बच्ची की पेशानी चूमे, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ കുട്ടിയുടെ എന്ത് ചെയ്തു, പേശാനി ഫോർഹെഡ് നെറ്റിയിലൊക്കെ എന്ത് ചെയ്തു, ഒന്ന് ചുംബിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, बगल में लुगत थी इसको उसने कई बार देखने की कोशिश की. അങ്ങനെ ഇതിനു മുമ്പേ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് എന്താണ് ആകെ മനസ്സെന്താണ് ആകെ വെമ്പൽ കൊണ്ടാണ് എന്തിന് ഉടുക്കർ ഘർ പहुंचे, എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തിക്കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വോ അപ്പനി ബച്ചിക്ക് പേശാനി ചൂമേ, അങ്ങനെ എന്ത് ചെയ്യണം, ചെന്നിട്ട് അദ്ദേഹത്തിന്റെ മകളൊക്കെ എന്ത് ചെയ്യണം, ഒരു നല്ല ചുംബനം കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ബഗൽ മേ ലുഗത്ത്, അദ്ദേഹത്തിന്റെ എന്താണ് അടുത്ത് തന്നെ എന്താണ് ഒരു ഡിക്ഷണറി ഉണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത്. वो उसको उसने कई बार देखने की कोशिश की, इसको उसने कई बार देखने की कोशिश, അങ്ങനെ പലതവണ അദ്ദേഹം ശ്രമിച്ചു നോക്കി ഡിക്ഷണറിയിലൊക്കെ നോക്കിയിട്ട്. മഗർ ഉസ്കാ ദിലോ ദിമാഗ് മുതവാസിൻ നഹീ താ, പക്ഷെ അദ്ദേഹത്തിന്റെ ദിലോ ദിമാഗ്, ദിൽ ഓർ ദിമാഗ്, അദ്ദേഹത്തിന് എന്താണ് മനസ്സുകൊണ്ടും അദ്ദേഹത്തിന് ആകെ ബുദ്ധി അദ്ദേഹത്തിന് ഒരു സ്വസ്ഥത കിട്ടുന്നില്ല. ബേചൈനി സിദ്ധിവോ, उसने तेज तेज चलना शुरू कर दिया, കാരണം അദ്ദേഹം ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് അദ്ദേഹം തന്നെ നടക്കാൻ തുടങ്ങി. മഗർ തോടാ ഫാസ്ല തേ കർണേ കെ ബാദ്, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, ബഹുത് ബുരി തര ഹാംബിനെ ലഗ, അങ്ങനെ കിതക്കാൻ തുടങ്ങി, അദ്ദേഹത്തിന് വളരെ നന്നായി കിതക്കാൻ തുടങ്ങി. ഏക് ദുകാൻ കെ തടേ പർ ബൈഠ് ഗയ, അങ്ങനെ ഒരു കടയുടെ തിണ്ണയിൽ അദ്ദേഹം ഇരുന്നു. ഇതിനെ മേ ഏക് ഖാലി താങ്ക ആയ, അപ്പൊ അതിപ്പോഴാണ് ഒരു ഒഴിഞ്ഞൊരു കുതിരവണ്ടി ആ ഭാഗത്ത് അവിടെ വന്നത്. ഉസ്നെ ഉസ്കോ ടഹരായ, അദ്ദേഹം അവിടെ നിർത്തിച്ചു. അങ്ങനെ ഉസ്മേ ബൈഠ് കർ താങ്കിയ വാലെ സെ കഹ, അങ്ങനെ ആ കുതിരവണ്ടിയിൽ കാളവണ്ടിയിൽ കയറിയിട്ട് എന്ത് ചെയ്തു,
ആ താങ്കിയ വാലോട് അദ്ദേഹം പറഞ്ഞത് ചലോ മുസംഗ് ലേ ചലോ എന്തെങ്കിലും മുസംഗ് എന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അദ്ദേഹം. അങ്ങോട്ടാണ് പോകേണ്ടത്. ലേക്കിൻ ജൽദി പहुंचाओ പക്ഷെ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. മുझे वहां एक बहुत बड़ा जरूरी काम है. എനിക്കെന്താണ് അവിടെ जरूरी काम है എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ വേണ്ടി പറയാണ്. मगर घोड़ा बहुत ही सुस्त रफ्तार था. ये शायद जाहिद को ऐसा महसूस हुआ कि उसको उजलत थी. वो बर्क रफ्तारी से घर पहुंचना चाहता था. പക്ഷെ എന്ത് ചെയ്യണേ, ഗോഡ ബഹുത് ഹി സുസ്ത റഫ്താർ था. ഗോഡ അങ്ങനെ സ്പീഡിലൊന്നും ചലിക്കുന്നില്ലായിരുന്നു. സുസ്ത സാവകാശമായി ചലിച്ചിരുന്നത്. യാ ഷായദ് പക്ഷെ ഒരു പക്ഷെ എന്തായിരിക്കാം, സാഹിദ് को ऐसा महसूस हुआ, സാഹിദിന് അങ്ങനെ ഫീൽ ചെയ്താണ് ഉസ്കോ ഉജത് थी, അത്ര സ്പീഡിലൊന്നും അല്ല, എനിക്കാണെങ്കിൽ തിരക്കുണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ അദ്ദേഹത്തിന് വന്നു. അങ്ങനെ ചെയ്തു. वो बरक रफ्तारी से घर पहुंचना चाहता था. അദ്ദേഹം മിന്നൽ വേഗതയിൽ വീട്ടിലേക്ക് എത്തണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ उसने कई मर्तबा तांगे वाले से सख्त सुस्त अल्फाज कहे. അദ്ദേഹം തന്നെ വളരെ സ്പീഡ് കുറവാണ്, സഖ്ത് സുസ്ത് ഹെ എന്നുള്ളത് വളരെ സ്പീഡ് കുറവാണ് എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പരാതി പറയാൻ തുടങ്ങി പല പ്രാവശ്യം. वो बर्दाश्त करता गया. പക്ഷെ അതിന്റെ ആ ഓട്ടുന്ന ആളെന്ത് ചെയ്തു, അയാൾ ഇതൊക്കെ സഹിച്ചുകൊണ്ടിരുന്നു, ഇയാളെ സഹിച്ചുകൊണ്ടിരുന്നു. ആഖിർ जब उसकी बर्दाश्त का पैमाना लबरेज हो गया, അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായപ്പോൾ, ലബറേസ് ഹോന പരിധി വിട്ടപ്പോൾ എന്ത് ചെയ്തു, उसने जाहिद को तांगे से उतार दिया. അദ്ദേഹം സാഹിദിനെ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഈ വണ്ടിയിൽ നിന്ന് ചെയ്തു ഉതാർ ദിയ ഇറക്കി. അങ്ങനെ ചെയ്തു हाईकोर्ट के करीब, अगर हाईकोर्ट അടുത്തെത്തിയപ്പോൾ उसने जाहिद से किराया भी तलब नहीं किया. അദ്ദേഹം ഹൈക്കോർട്ടിനടുത്ത് അദ്ദേഹത്തിനെ ഇറക്കി. അങ്ങനെ അദ്ദേഹം ഒരിക്കലും ചെയ്തില്ല, വാടക പോലും നമ്മളെ സാഹിദിനോട് ആവശ്യപ്പെട്ടില്ല. സാഹിദ് और ज्यादा परेशान हुआ. ഇതും കൂടെ ആയപ്പോൾ സാഹിദിന് ആകെ परेशान हुआ, टेंशन हुआ. and वो जल्द घर पहुंचना चाहता था. വണ്ടി ഇറക്കിയതല്ലേ, ഇപ്പൊ ഒന്നും ചെയ്യാൻ വയ്യല്ലോ, പിന്നെ ശരിക്കുള്ള സ്പീഡിലതായല്ലോ. അങ്ങനെ കുച്ച് ദേർ സാഹിദിന് പെട്ടെന്ന് വീട്ടിലെത്തുവാണല്ലോ. वो कुछ देर चौक में खड़ा रहा. അദ്ദേഹം ആ ചൗക്കിൽ എന്ത് ചെയ്തു, അങ്ങനെ നാല് കൂടിയ സ്ഥലത്ത് അദ്ദേഹം നിന്നു. ഇതിനെ एक पेशावरी तांगा आया. അപ്പൊ ഇതിനടുത്ത് എന്തൊരു പെഷാവറിലെ ഒരു എന്ത് ചെയ്തു, ഒരു താങ്ക, ഒരു നേരത്തെ പറഞ്ഞ ഒരു കുതിര വണ്ടിയിലെ കാളവണ്ടി അവിടെ എത്തി. उसमें बैठ कर वो मुजंग पहुंचा. അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് എത്തി. किराया अदा किया और घर में दाखिल हो गया. അങ്ങനെ വാടക കൊടുത്തു അദ്ദേഹം വീട്ടിൽ കയറി. क्या देखता है कि सिहन में कई औरतें खड़ी है जो गालिबन हमसाई थी. അദ്ദേഹം ഒന്നിങ്ങനെ കാണുന്ന എന്താണ്, സിഹൻ മേ घर के जो വരാന്തേ മേ, വീടിന്റെ മുറ്റത്ത് എന്തുണ്ട്, കൈ औरतें खड़ी है, ധാരാളം സ്ത്രീകൾ ഒരു കൂടിയിട്ടുണ്ട്. जो गालिबन उसकी हमसाई थी, उसके दोस्त लोग थी, അവരുടെ കൂടെയുള്ള ആളുകളൊക്കെയാണ് ഇതൊക്കെ, സുഹൃത്തുക്കളും ഒക്കെയാണ്. वो दरवाजे के पास रुक गया. അദ്ദേഹം വീടിന്റെ വാതിലെടുത്ത് അദ്ദേഹം നിന്നു. एक औरत दूसरी औरत से कह रही थी. അപ്പൊ ഒരു സ്ത്രീ മറ്റു സ്ത്രീയോട് പറയണത്, മുഷ്കിൽ ഹി സേ ബച്ചേഗി ബച്ചി. കുട്ടി രക്ഷപ്പെടുന്നത് വളരെ പ്രയാസാണ്. തശൻച് കെ യേ ദൗറേ ബഡേ ഖതർനാക് ഹെ. തശൻച് അപസ്മാരം, അപസ്മാരത്തിന്റെ ഈ ഒരു വേദന അല്ലെങ്കിൽ ഈ ഒരു ഇതുണ്ടാവൽ എന്താണ്, ബഡേ ഖതർനാക് ഹെ, ഏറെ അപകടമാണ് എന്ന് പറയാണ്. അപ്പോ जाहिद उन औरतों की परवाह न करते हुए दीवाना हुआ अंदर भागा. जाहिद यादों कह रही याद है, परवाह न करते हुए दीवाना वाले दीवानों की तरह, पागलों की तरह वो अंदर भागा. भ्रांतने പോലെ അകത്തേക്ക് അങ്ങോട്ട് ഓടിച്ചെന്നു. और उसके कमरे में पहुंचा. അങ്ങനെ അദ്ദേഹത്തിന്റെ റൂമിലെത്തി. जहां वो और उसकी बीवी रहते थे. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും താമസിക്കുന്ന റൂമിലേക്ക് എത്തി. अंदर दाखिल होते ही അങ്ങനെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ എന്ത് ചെയ്തു, उसने अपनी बीवी की फलक शिगाफ चीख सुनी. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആകാശം പോലും പിളർത്തുന്ന രൂപത്തിലുള്ള
ആ ഒരു നിലവിളി കേട്ടു. കാരണം എന്താണ്? ഉസ്കി ബിടിയ ദം തോട് ചുക്കി थी. അദ്ദേഹത്തിന്റെ മകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അന്ത്യശ്വാസം വരിച്ചിട്ടുണ്ട്, അഥവാ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന്. और उसकी बीवी बेहोश पड़ी थी. ഇതിലുള്ള ആ ഒരു സദ്മയിൽ, ആ ദുഃഖത്തിൽ എന്ത് ചെയ്തു? उसकी बीवी बेहोश हो गई थी. ആകെ എന്ത് ബോധക്ഷയം സംഭവിച്ചിട്ടുണ്ട് ഭാര്യക്ക്. സാഹിദിനെ അപ്ന സർ പീഡന ശുരു കർ ദിയ. സാഹിദിന്റെ അങ്ങനെ തലക്ക് അടിക്കാൻ തുടങ്ങി. പീഡന അടിക്കുക, സർ പീഡന ശുരു കർ ദിയ. ആ ഒരു എന്ത് ചെയ്യണമെന്ന് അറിയാതെ. ഹംസായിയ पर्दे को भूल कर बेइख्तियार अंदर चली आई. इधर കൂടെ उसकी जो हमसाइया, उसकी जो दोस्त लोग हैं, वो पर्दे को भूल कर, मतलब ഒന്നും അവരുടെ കെയർ ചെയ്യാതെ, എന്ന് വെച്ചാൽ സാഹിദ് ഉണ്ടല്ലോ, അതൊന്നും കെയർ ചെയ്യാതെ എന്ത് ചെയ്തു? ബേഇഖ്തിയാർ അന്തർ ചലി ആയി. ഇതും കൂടെ ഇവരുടെ കരച്ചിൽ കേട്ടപ്പോൾ എന്ത് ചെയ്തു? സ്ത്രീകളൊക്കെ ഓടി അങ്ങോട്ട് ചെന്നു. और जाहिद को उसके कमरे से बाहर निकाल दिया. അങ്ങനെ സാഹിദിനെ എന്ത് ചെയ്തു? എടുത്തിട്ട് ആ റൂമിന് പുറത്താക്കിയവര്. एक हमसाई के शोहर के पास मोटर थी. അങ്ങനെ അവളുടെ ഒരു സുഹൃത്തിന്റെ, ഭർത്താവിന്റെ അടുത്ത് എന്തുണ്ട്? ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു. वो एक डॉक्टर ले आया. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഡോക്ടറെ എടുത്തുകൊണ്ടുവന്നു. उसने जाहिद की बीवी को दो एक इंजेक्शन लगाए. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ആ ഡോക്ടർ സാഹിദിന്റെ ബീവിക്ക് എന്ത് ചെയ്തു? ഒന്ന് രണ്ട് ഇഞ്ചക്ഷൻ ഒക്കെ അടിച്ചു. ജിൻസെ വോ ഹോഷ് മേ ആ ഗയി. അങ്ങനെ അവളുടെ ബോധം തിരിച്ചു കിട്ടി. സാഹിദ് एक ऐसे आलम में था कि उसके सोचने समझने की सारी ഖുവ്വത്തെ മുഅത്തൽ हो गई थी. അങ്ങനെ സാഹിദിന്റെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്താണ്? ഇങ്ങനെയുള്ള അവസ്ഥയിൽ അദ്ദേഹം ഉള്ളത്. उसके सोचने समझने की എന്താണ്? അദ്ദേഹത്തിന് എല്ലാ ചിന്തിക്കുവാനും മറ്റുമൊക്കെയുള്ള മാനസികമായ ബാലൻസ് അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? മുഅത്തൽ ഹോ ഗയി, ഖത്ം ഹോ ഗയി थी. അങ്ങനെ वो सिहन में एक कुर्सी पर बैठा, बगल में लुगत दबाए खिला में देख रहा था. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? സിഹൻ മേ एक कुर्सी पर बैठा, മുറ്റത്ത് ഒരു കസേരയിൽ ഇരുന്നിട്ട് അദ്ദേഹം എന്താണ്? ബഗൽ മേ, അദ്ദേഹത്തിന്റെ ഒക്കത്തിൽ നിന്ന് കക്ഷത്ത് അദ്ദേഹം ലുഗത് ദബായെ, ഒരു ഡിക്ഷണറിയും എടുത്തിട്ട് അദ്ദേഹം എന്താണ്? ഖിലാമെ ദേഖ്, അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് അദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, മേലോട്ട് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? ജയ്സെ വോ അപ്നെ ബച്ചി കെ ലിയെ കോയി നാം തലാഷ് കർനെ മേ മഹൂ ഹോ. അദ്ദേഹം തന്റെ മകൾക്ക് ഒരു പുതിയ പേര് കണ്ടെത്തുന്ന ആലോചനയിൽ അങ്ങനെ മുഴുകി നിൽക്കും പോലെയാണ് ആളുകൾക്ക് എന്ത് ചെയ്യുക? കണ്ടാ തോന്നുന്നു. ആ രൂപത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അങ്ങനെ ബച്ചി കോ ദഫനാനെ കാ വക്ത് ആയാ തോ സാഹിദ് ബാഹോഷ് ഹോ ഗയ. അങ്ങനെ കുട്ടി എന്താണ്? ദഫനാനേക്ക, മറവ് ചെയ്യേണ്ട സമയമൊക്കെ ആയപ്പോൾ എന്ത് ചെയ്തു? സാഹിദ് കോ ഹോഷ് ആ ഗയ, ബോധം വന്നു. ഉസ്നെ കോയി ആസു നെ ബഹായ, അദ്ദേഹം കണ്ണീരൊലിപ്പിക്കാനും നിന്നില്ല. കഫൻ മേ പടി ബച്ചി കോ ഉഠായ, അങ്ങനെ ആ കഫൻ പുടയിലൊക്കെയുള്ള മീൻസ് മറവ് ചെയ്യുന്ന ആ ഒരു ഡ്രസ്സിലൊക്കെയുള്ള, ഇങ്ങനെ കഫൻ പുട എന്ന് പറയുന്നത് മറവ് ചെയ്യാൻ വേണ്ടി അവസാനമായിട്ട് ഒരുക്കുന്ന വസ്ത്രം ഉണ്ടല്ലോ, മയ്യത്ത് മരിച്ചാക്ക് ധരിച്ചു കൊടുക്കുന്ന വസ്ത്രം, അതിനാണ് കഫൻ എന്ന് പറയാ. അപ്പൊ ആ കഫൻ മേ പടി ബച്ചി കോ ഉഠായ, അങ്ങനെ ആ പെൺകുട്ടിയെ എന്ത് ചെയ്തു? എടുത്തു. ഓ अपने दोस्तों और हमसायों के हमरा ഖബർസ്ഥാൻ റവാന ഹോ ഗയ. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടൊപ്പം എന്ത് ചെയ്തു? ഖബർസ്ഥാനിലേക്ക് തിരിച്ചു. വഹാ ഖബർ പഹലെ ഹി സേ തയ്യാർ കരാലി ഗയി थी. അപ്പൊ അദ്ദേഹം എത്തുന്നതിന് മുമ്പ് തന്നെ, ഈ കുട്ടിയെ ഇങ്ങനെ മയ്യത്തുമായെത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഖബർ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. ഉസ്നെ ഖുദ് ഉസേ ലിട്ടായ, ലേറ്റ് ആയ എന്ത് ചെയ്തു? അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം തന്നെയാണ് എന്ത് ചെയ്തത്? അദ്ദേഹത്തിന്റെ മകളെ എന്ത് ചെയ്ത് ആ ഖബറിൽ എന്ത് ചെയ്ത് കിടത്തിയത്. അങ്ങനെ ഉസ്കെ സാത്ത് ലുഗത് രഖ്തി, ആ കുട്ടിയോടൊപ്പം തന്നെ എന്ത് ചെയ്തു? ഈ കുട്ടിയുടെ മയ്യത്തിനൊപ്പം തന്നെ എന്ത് ചെയ്തു? അദ്ദേഹം ആ ഡിക്ഷണറി കൂടെ എന്ത് ചെയ്തു? അവിടെ വെച്ചു, ഖബറിൽ വെച്ചു. ലോകോനെ സംച, ഇത് കണ്ടപ്പോൾ ആളുകൾ ആലോചിച്ചത് ഖുർആൻ മജീദ് ഹേ. ഉन्हें बड़ी हैरत हुई कि मुर्दों के साथ कुरान को दफन करता है, ये तो सरासर कुफ्र है. लेकिन उनमें से किसी ने भी जाहिद से उसके मुताल्लिक कुछ न कहा. लोगों ने समझा, ഇത് കണ്ടപ്പോൾ ആളുകൾ മനസ്സിലാക്കി എന്ത്? ഖുർആൻ മജീദ്, ഇത് ഖുർആൻ ആണല്ലോ,
ഖുർആൻ ഇങ്ങനെ അറിയുകയോ ഇനെ ബഡി ഹൈറത്ത് ഹുയി. ഈ കണ്ട ആളുകൾക്കൊക്കെ ആകെ ആശ്ചര്യം തോന്നിയത് മുർദോക്കെ സാത്ത് ഖുർആൻ കോ ദഫൻ കർത്താ ഹൈ, മരിച്ചവരുടെ കൂടെ ഖുർആനെ കൂടെ അടക്കം ചെയ്യുകയോ, ഈ തോ സറാസർ കുഫ്ർ ഹൈ, തീർത്തും മതനിഷേധമാണല്ലോ എന്ന്. ലേക്കിൻ ഉൻമേ സെ കിസി നെ ഭി സാഹിദ് സെ, പക്ഷെ അവർക്ക് ആർക്കും തന്നെ നമ്മൾ സാഹിദിനോട് ഇസ്കെ മുതാലിക് കുച്ച് ന കഹാ, ഇതിനെ കുറിച്ചുകൊണ്ട് സാഹിദിനോട് ഒരു അക്ഷരം അവർ പറഞ്ഞില്ല. ബച്ചി കോ ദഫ്നാകർ ജബ് വോ ഘർ വാപസ് ആയാ തോ, അങ്ങനെ അദ്ദേഹം ചെയ്തു മകളെയൊക്കെ മറവ് ചെയ്ത് അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി വന്ന സമയത്ത് ഉസ്സെ മാലൂം ഹുവാ കെ ഉസ്കി ബീവി കോ ബഹുത് തേസ് ബുഖാർ ഹൈ, അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എന്താണ് അങ്ങനത്തെ കഠിന പനിയാണുള്ളത് എന്ന്. സർസാം കി കൈഫിയത്ത് ഹൈ എന്ന് വെച്ചാൽ എന്താണ് അങ്ങോട്ട് ടൈഫോയിഡ് ആയിട്ടുണ്ടെന്ന് അറിയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയാണ്. ഡോക്ടർ ഫൗറൻ ഡോക്ടർ കോ ബുലായാ ഗയാ, അങ്ങനെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിപ്പിച്ചു. ഉസ്നെ അച്ഛി തരഹ ദേഖാ ഓർ സാഹിദ് സെ കഹാ, അങ്ങനെ അദ്ദേഹം നന്നായി ടെസ്റ്റ് ഒക്കെ ചെയ്തതിനു ശേഷം ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞത് ഹാലത് ബഹുത് നാസുക് ഹൈ, സിറ്റുവേഷൻ വളരെ മോശമാണ്. മേ തോ ഇലാജ് കി തജ്വീസ് കിയേ ദേതാ ഹൂം, ഞാൻ അദ്ദേഹം ചികിത്സിക്കാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നിർദ്ദേശം തരാൻ, കുറിപ്പൊക്കെ തരാം, എന്തൊക്കെയാണ് വേണ്ടത് കാര്യങ്ങളെന്നൊക്കെ, മരുന്ന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ലേക്കിൻ മേ സിഹത് കി ബഹാലി കെ മുതാലിക് കുച്ച് നഹീ കർ സക്താ, പക്ഷെ ആരോഗ്യം തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പും തരാൻ പറ്റില്ല എന്ന് അദ്ദേഹം ഡോക്ടർ പറഞ്ഞു. ഇത് കേട്ടോട് കൂടി എന്ത് ചെയ്തു, സാഹിദ് കോ ഐസാ മഹ്സൂസ് ഹുവാ, സാഹിദിനെ അങ്ങോട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് ബിജ്ലി ആൻ ഗിരി ഹൈ, അദ്ദേഹത്തിന് എന്താണ് ഒരു മിന്നലേറ്റ പോലെയാണ് അദ്ദേഹത്തിന് അത് കേട്ടപ്പോ തോന്നിയത്. ലേക്കിൻ ഉസ്നെ സംഭൽ കർ ഡോക്ടർ സെ പൂച്ച, അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് അദ്ദേഹം ഡോക്ടറോട് ചോദിച്ചത് ക്യാ തക്ലീഫ്, എന്താണ് സംഭവിച്ചത് എന്ന്. ഡോക്ടറിനെ ജവാബ് ദിയ ബഹുത് സി തക്ലീഫേ ഹൈ, ധാരാളം വിഷയങ്ങളുണ്ട്. ഏക് തോ യേ കെ ഉന്നെ ബഹുത് ബഡാ സദ്മ പഹുച്ചാ ഹൈ, അവൾക്ക് കാര്യമായി അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. പിന്നെ ദൂസരി യേ കെ ഉൻകാ ദിൽ ബഹുത് കംസോർ ഹൈ, രണ്ടാമെന്ന് വെച്ചാല് അവളുടെ മനസ്സെന്താണ് വളരെ ലോലമാണ്. അവർ തന്നെ തീസരി യേ ഹൈ കെ ഉന്നെ 100 ഡിഗ്രി കാ ബുഖാർ ഹൈ, 100 ഡിഗ്രി ആണ് അവർക്ക്, 100 ഡിഗ്രി പനിയാണ്, നല്ല കടുത്ത പനിയാണ് എന്നർത്ഥം. ഡോക്ടറിനെ ചന്ദ് ടീക്കെ തജ്വീസ് കിയ, അങ്ങനെ ഡോക്ടർ എന്ത് ചെയ്തു, കുറച്ച് ഇഞ്ചക്ഷൻ ഒക്കെ അദ്ദേഹം സജസ്റ്റ് ചെയ്തു. ദോ നുസ്ഖെ പിലാനെ വാലി ദവാओं के लिखे, അങ്ങനെ ഒരു ദിവസം 2 നേരം കഴിക്കേണ്ട രൂപത്തിലുള്ള എന്ത് ചെയ്തു ഗുളികകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം എഴുതി കൊടുത്തു. ഓർച്ചലാക്കി അങ്ങനെ അദ്ദേഹം പിരിഞ്ഞു പോയി. സാഹിദ് ഫൗറൻ ये सब चीजें ले आया, സാഹിദ് ഓടി വന്ന് ഈ സാധനങ്ങൾ കൊണ്ടുവന്നു. ടീക്കയിലൊക്കെ ഇഞ്ചക്ഷനൊക്കെ അടിച്ചു. ദവായെ ബഡി മുഷ്കിൽ സെ ഹലക് മേ ടപ്കായി, അങ്ങനെ കഷ്ടപ്പെട്ട് തൊണ്ടയിലൊക്കെ മരുന്നുകളൊക്കെ എത്തിച്ചു കൊടുത്തു. ലേക്കിൻ മരീസ കി ഹാലത് ബെഹ്തർ ന ഹുയി, പക്ഷെ രോഗിയുടെ രോഗമൊന്നും എന്തില്ല, ഒരു ശമനം ഉണ്ടായില്ല രോഗത്തിന്. 10-15 റോസ് ബാദ്, അങ്ങനെ 10-15 ദിവസത്തിന് ശേഷം ഉസേ തോടാ സ ഹോഷ് ആയ, കുറച്ച് ബോധം വന്നു അവൾക്ക്. ഹസിയാനി കൈഫിയത്ത് ബി ദൂർ ഹോ ഗയി, എന്ന് വെച്ചാൽ അവൾക്ക് എന്താണ് സ്വന്തമായിട്ട് ചെയ്യാനുള്ള എല്ലാ കഴിവും എന്ത് ചെയ്തു ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സാഹിദിനെ ഇത്മിനാൻ കാ സാൻസ് ലിയ, അങ്ങനെ സാഹിദ് എന്ത് ചെയ്തു ഈ ഹസിയാനെ കൈഫിയത്ത്, അങ്ങനെ എന്ന് വെച്ചാൽ അദ്ദേഹം അവർക്ക് ഉണ്ടായിരുന്ന വലിയ ബുദ്ധിമുട്ടൊക്കെ നിന്ന് കുറച്ചൊന്ന് അകന്ന് കഴിഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ചൊരു സുഖം തോന്നിയ സമയത്ത് സാഹിദിന് എന്ത് ചെയ്തു, ഇത്മിനാൻ കാ സാൻസ് ലിയ, ഈ ഒരു സുഖം കണ്ടപ്പോ സാഹിദിന് ഒരു ആശ്വാസം തോന്നി. ഉസ്കി പ്യാരി ഹസീൻ ബീവിനെ ഉസേ ബുലായ, അങ്ങനെ ഒരു സുഖം തോന്നുന്ന വേറെ കാരണം കൂടി എന്താണ്, അദ്ദേഹത്തിന്റെ ഭാര്യ വിളിച്ചിരുന്നു, സുന്ദരിയായ ബീവി വിളിച്ചിരുന്നത് ഉസേ ബുലായ. और बड़ी नहीफ आवाज में कहा, बड़ी धीमी आवाज में कहा, ചെറിയ സ്വരത്തിൽ പറഞ്ഞത് മേരി ജിന്ദഗി കാ ആഖിരി വഖ്ത് ആ ഗയാ ഹൈ, എന്റെ ജീവിതത്തിന്റെ അവസാന സമയം അടുത്തിരിക്കുകയാണ്. മേ ചന്ദ് ഗഡിയോ കി മെഹ്മാൻ ഹും, ഞാൻ ഏതാനും നിമിഷം മാത്രമുള്ള എന്താണ് ഒരു അതിഥിയെ പോലെയാണ് ഇവിടെ. എന്ന് വെച്ചാല് മരണം എന്റെ ആസന്നമായിരിക്കും എന്ന അർത്ഥത്തിലാണ് സൂചിപ്പിക്കുന്നത്. ഇത് കേട്ടപ്പോ
जाहिद की आंखों में आंसू आ गए, കണ്ണീര് വരാൻ തുടങ്ങി. कैसी बातें करती हो तुम, അല്ല നീ എന്താ ഈ പറയുന്നത്? तुम्हें खुदा न खास्ता अगर कुछ हो गया तो, അഥവാ നിനക്ക് വല്ലതും പടച്ചവനെ ചെയ്യാതിരിക്കട്ടെ, എന്താണ് खुदा न खास्ता अगर कुछ हो गया, നിനക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ मैं कहाँ जिंदा रहूंगा, ഞാൻ എങ്ങനെ ജീവിക്കും, ഞാൻ എവിടെ ജീവിക്കും? जाहिद की बीवी ने अपनी बड़ी बड़ी आंखों से उसकी तरफ इशारा, उसकी तरफ देखा. जाहिद ने बीवी ने अपनी बड़ी बड़ी आंखों से, വലിയ വലിയ കണ്ണുകൊണ്ട് തുറച്ചു നോക്കി. ആരെ? നോക്കി ആരെ? നമ്മളെ जाहिद ने उसकी तरफ देखा. ये सब कहने की बातें हैं, ഇതൊക്കെ പറയേണ്ടതുണ്ടോ? मैं मर गई, ഞാൻ മരിച്ചു. कल दूसरी आ जाएगी, മറ്റാരെങ്കിലും ഉണ്ടാവുമല്ലോ, മറ്റാരെങ്കിലും വരും. खुदा आपकी उम्र दराज करे, പഠിച്ചവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യട്ടെ? ദീർഘായുസ് നൽകട്ടെ. ഓർ ഓർ പിന്നെ പിന്നെ എന്ന് പറയാൻ നോക്കാണ്. ഉസ്നെ ഹിച്കി ലി, നിൽക്കുമ്പോഴേക്ക് അവരുടെ തൊണ്ടയെ കടഞ്ഞു. और एक सेकंड के अंदर अंदर उसकी रूह परवास कर गई, എന്താണ് ഒരു സെക്കൻഡിനകം അവരുടെ ജീവന്റെ ശ്വാസം നിലയുന്നത്, ആത്മാവ് അവര് മരിച്ചു കഴിഞ്ഞു. जाहिद ने बड़े सब्र व तहम्मुल से काम लिया, जाहिद ने വളരെ ക്ഷമയോട് കൂടി കാര്യങ്ങളെയൊക്കെ എന്ത് ചെയ്തു? നേരിട്ട് ചെയ്തു. उसके कफन दफन से फारिग होकर, അവരുടെ കഫനെ ദഫനെ എന്ന് വെച്ചാല് ആ കഫൻ കുളിപ്പിക്കുന്നത്, അവരെ എന്താണ് എല്ലാ ഈ കാര്യങ്ങളൊക്കെ മയ്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം, ദഫൻ സെ അതായത് മറവ് ചെയ്തതിനു ശേഷം, ഫാരിഗ് ഹോക്കർ രാത് കോ ഘർ സെ ബാഹർ നിക്കല, അദ്ദേഹം രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. और रेलवे टाइम टेबल देख कर रेलवे लाइन का रुख किया, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? റെയിൽവേ ടൈം ടേബിൾ ഒക്കെ നോക്കിയിട്ട് റെയിൽവേ ലൈനിന്റെ അടുത്തേക്ക് അദ്ദേഹം പോയിരിക്കുകയാണ്. എന്തിനായിരിക്കും നോക്കാം. രാത് കോ 9:30 ബജെ, സമയം രാത്രി 9:30 9:30 ആയിട്ടുണ്ട്. ബജെ കെ ഖരീബ് ഏക് ഗാഡി ആത്തി थी, എന്ത് ചെയ്യും? രാത്രി 9:30 ആകുമ്പോ ഒരു വണ്ടി വരും. वो മുഗൾപുര की तरफ रवाना हो गया, അങ്ങനെ എന്ത് ചെയ്തു? ആ വണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? മുഗൾപുര എന്ന് പറയുന്ന ആ പ്രദേശത്തേക്ക് ഇങ്ങനെ റവാന ഹോ ഗയ, അങ്ങോട്ട് പോയിട്ടുണ്ട്. താക്കേ വഹാ പട്രി പർ ലേറ്റ് ജായേ, എന്ത് ചെയ്യാണ്? ഈ ഒരു 9:30 സമയമാകുമ്പോ വണ്ടി വരും. മുഗൾപുര ഭാഗത്തേക്ക് അദ്ദേഹം അപ്പോഴേക്ക് എന്ത് ചെയ്തു? വിട്ടിട്ടുണ്ട്. എന്തിനാണ്? വഹാ പട്രി പർ ലേറ്റ് ജായേ, അവിടെ പോയിട്ട് ആ പട്രി റെയിൽവേ ട്രാക്കിൽ കിടക്കാൻ വേണ്ടിയിട്ട്. ഓർ ഉസേ കോയി ന ദേഖ് സക്കെ, ആരും അദ്ദേഹത്തെ കാണും ചെയ്യരുത് എന്ന് വിചാരിച്ചു അദ്ദേഹം എന്ത് ചെയ്യണം? അവിടെ പോയിട്ട് ട്രാക്കിൽ കിടക്കാൻ വേണ്ടി പോയി നിൽക്കുകയാണ്. ആ സമയത്ത് ഗാഡി ആയേഗി തോ ഉസ്കാ ഖാതിമ ഹോ ജായേ, വണ്ടി വന്നാൽ എന്ത് ചെയ്യണം? അതോടുകൂടി അദ്ദേഹവും തീരണം. എന്ത് ചെയ്യാണ്? അദ്ദേഹം മരിക്കണം എന്ന് വിചാരിച്ചു. അദ്ദേഹം ഭാര്യ ഇല്ലാതെ ലോകത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വളർത്തലാണ് അദ്ദേഹം ചെയ്ത്. ഭാര്യ മരിച്ചു, മകള് മരിച്ചു, പിന്നെ അദ്ദേഹം പിന്നെ ജീവിക്കണം എന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹം ആ റെയിൽവേ ട്രാക്കിൽ വന്ന് കിടക്കുകയാണ്, അതിനുവേണ്ടി പോയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് മുझे लंबी उम्र की कोई ख्वाहिश नहीं, എനിക്കിവിടെ ദീർഘായുസിന്റെ ആവശ്യമില്ല, ആഗ്രഹമില്ല എന്ന്. ये जितनी जल्द मुख्तसर हो उतना ही अच्छा है, എത്ര കുറഞ്ഞു കിട്ടുന്നു ആയുസ്, उतना ही अच्छा है, അത്രയും വളരെ നല്ലത്. मैं अब और ज्यादा सदमे बर्दाश्त नहीं कर सकता, ഇനിയും എനിക്ക് ഇങ്ങനെ അറ്റാക്ക്, ഇങ്ങനെ ഈ വേദന എനിക്കിനി സഹിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അദ്ദേഹം. जब वो रेलवे लाइन के पास पहुंचा तो उसे गाड़ी की तेज रोशनी जो इंजन की पेशानी पर होती है दिखाई दी, लेकिन अभी वो दूर ही थी. उसने इंतजार किया कि जब वो करीब आएगी तो पटरी पर लेट जाएगा. അങ്ങനെ जब वो रेलवे लाइन के पास पहुंचा तो, അങ്ങനെ അദ്ദേഹം ചെയ്തു റെയിൽവേ ലൈനിന്റെ അടുത്തേക്ക് എത്തിയപ്പോ ഉസേ ഗാഡി കി തേസ് റോഷ്നി, അദ്ദേഹം എന്ത് ചെയ്തു? ആ വണ്ടിയുടെ ആ ഒരു നല്ല എന്താണ് ട്രെയിനിന്റെ ആ ഒരു തേസ് റോഷ്നി, ആ ഒരു കുത്തുന്ന ലൈറ്റ്, ജോ എഞ്ചിൻ കി പേശാനി पर होती थी, ആ എഞ്ചിന്റെ പേശാനിൽ നിന്ന്, മീൻസ് ആ എഞ്ചിന് മുമ്പിൽ നിന്ന് വരുന്ന ആ ഒരു ലൈറ്റ് കണ്ടിട്ട് എന്ത് ചെയ്തു? ദിഖായി ദി, കണ്ട്. ലേക്കിൻ അബി വോ ദൂർ थी, പക്ഷെ അദ്ദേഹം എന്താണ്? അബി വോ ദൂർ थी, ആ ട്രെയിൻ കുറെ അകലെയാണ് ഇപ്പോഴും ഉള്ളത്. ഉസ്നെ ഇന്തിസാർ കിയ, അങ്ങനെ അദ്ദേഹം കാത്തു നിന്നു. കെ ജബ് ഖരീബ് ആയേഗി തോ പട്രി പർ ലേറ്റ് ജായേഗാ,
വണ്ടി അടുത്തെത്തുമ്പോൾ കിടക്കാൻ വേണ്ടി അദ്ദേഹം നിന്നു. थोड़ी देर बाद गाड़ी करीब आ गई. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴല്ലേ വണ്ടി അപ്പോഴേക്കും करीब आ गई, पास आ गई. जाहिद आगे बढ़ा, അങ്ങനെ जाहिद മുമ്പോട്ട് പോയി. मगर उसने देखा कि एक आदमी कहीं से नमूदार हुआ. പക്ഷെ അങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ ആരോ ഒരു മനുഷ്യനുണ്ട്. नमूदार हुआ तो जाहिर हुआ, അവിടെ ഒരു മനുഷ്യനെ കാണാൻ പറ്റി. और पटरी के ऐन दरमियान खड़ा हो गया है. അയാൾ എന്താണ് ആ ഒരു പട്ടറിയുടെ ഇടയിൽ അങ്ങനെ അദ്ദേഹം തന്നെ കിടക്കുകയാണ്. അവിടെ നിൽക്കുകയാണ്, അദ്ദേഹം നിൽക്കുകയാണ്. ആരും റെയിൽവേ ട്രാക്കിൽ അദ്ദേഹം നിൽക്കുകയാണ് ചെയ്യുന്നത്. ഗാഡി ബഡി തേസ് റഫ്താർ സെ ആ രഹി थी. വണ്ടിയാണെങ്കിലോ വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, വരികയും ചെയ്യാണ്. ഓർ ഖരീബ് था, അടുത്തെത്തിയിട്ടുണ്ട്. കെ वो आदमी उसकी झपट में आ जाए. എന്താണ് ട്രെയിൻ വളരെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി എന്താണ് വല്ല സമയമില്ല, ഈ ആളിപ്പം എന്ത് ചെയ്യും, ആ ട്രെയിൻ തട്ടിയിട്ട് എന്ത് ചെയ്യും, ജപ്പേട്ടിന് ആ ജായക അയാൾ കാര്യമാകുന്നുള്ളത്. ഓ തേസ് ഇസെ ലപ്ക, ഇങ്ങനെ കാണുമ്പോൾ ഇയാൾ ഓടിച്ചെന്നിട്ട് നമ്മൾ ചാടി. എന്നിട്ടോ ആര്, നമ്മളുടെ സാഹിദ് ചാടി. എന്നിട്ടോ ഉസ് ആദ്മിക്കോ ധക്കാ ദേക്കർ, ആ മനുഷ്യന് നമ്മൾ ഒറ്റ തള്ളല്. എന്നിട്ടോ പട്രിക്ക് ഉസ് തറഫ് ഗിരാ ദിയ, ആ ട്രാക്കിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് തള്ളിയിട്ടു. എന്നിട്ട് ഗാഡി ദുംദനാത്തി ഹുയി ഗുസർ ഗയി, ട്രെയിൻ ആണെങ്കിൽ അങ്ങോട്ട് മോളെ അങ്ങോട്ട് ചീറി അങ്ങോട്ട് കടന്നു പോവുകയും ചെയ്തു. അങ്ങനെ ഉസ് ആദ്മിനെ സാഹിദ് സെ കഹാ, ഉസ് ആദ്മി സെ സാഹിദ് നെ കഹാ, ആ മനുഷ്യനോട് നമ്മളെ സാഹിദ് പറഞ്ഞത്, ക്യാ തും ഖുദ്കുഷി കർനാ ചാഹത്തെ थे, അല്ലെ നീ എന്താണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചൊക്കെയായിരുന്നോ? ഉസ്നെ ജവാബ് ദിയ, അയാൾ മറുപടി പറഞ്ഞു, ജി ഹാ, അതെ. ഇത് നമ്മളുടെ സാഹിദ് പോയത് എന്തിനാണ്, അയാൾ ആത്മഹത്യ ചെയ്യാൻ പോയതാണല്ലോ. പക്ഷെ അദ്ദേഹം മറ്റൊരാൾ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ തള്ളി മാറ്റിയിട്ട് അയാളുടെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ചോദിക്കാണ്, ക്യാ തും ഖുദ്കുഷി കർനാ ചാഹത്തെ थे, നീ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കായിരുന്നോ? ഉസ്നെ ജവാബ് ദിയ ഹാ ക്യൂ, ഇദ്ദേഹം ചോദിക്കണത് ക്യൂ, എന്താണ് എനിക്ക് പറ്റിയത്? ബസ് സദ്മേ ഉഠാത്തെ ഉഠാത്തെ അബ് ജീനെ കോ ജീ നഹീ ചാഹതാ. എന്താ പറഞ്ഞത്? സദ്മേ ഉഠാത്തെ ഉഠാത്തെ, ഇങ്ങനെ ഏറെ ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് എനിക്ക് ഇനിയിപ്പോ എന്താണ്, അബ് ജീനെ കോയി മസാ നഹീ ആതാ, എനിക്കവിടെ ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാണ്, ജീവിതം അടുത്തുപോയി എന്ന് പറയാണ്. അപ്പൊ ആ സമയത്ത് സാഹിദ് നാസിഹ് ബന്ദിയ, ആ സമയത്ത് നമ്മളുടെ സാഹിദ് എന്ത് ചെയ്തു, വലിയൊരു നാസിഹായിട്ട്, ഒരു ഉപദേശിയായിട്ട്, ഒരു ഗുണദോഷിയായിട്ട് മാറിക്കഴിഞ്ഞു. ബായി എന്നിട്ട് പറയണത്, ബായി മേരെ മേരെ ബായി എന്ന് പറയണേ, ജിന്ദഗി ജിന്ദാ രഹ്നെ കെ ലിയേ ഹൈ. എന്താണ് പറഞ്ഞത്? ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്, ജീവിക്കാനുള്ളതാണ്. ഉസ്കോ അച്ഛി തര ഇസ്തേമാൽ കരോ, ആ ജീവിതം നീ എന്ത് ചെയ്യണം, നല്ല രൂപത്തിൽ വിനിയോഗിക്കുകയാണ് വേണ്ടത്. ഖുദ്കുഷി ബഹുത് ബഡി ബുസ്ദിലി ഹൈ, നീ ചെയ്യാൻ പോകുന്ന ഈ ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ടല്ലോ, അതെന്താണ്, ബഹുത് ബഡി ബുസ്ദിലി ഹൈ, ഭീരുക്കൾ ചെയ്യുന്ന പണിയാണ് ഇത് ആത്മഹത്യ എന്നുള്ളത്. അപ്നി ജാൻ ഖുദ് ലേന കഹാ കി അഖൽമന്ദി ഹൈ, സ്വന്തം ജീവൻ എടുക്കുക എന്നുള്ളത് ഇത് എന്ത് ബുദ്ധിയാണ്. ഇന്നൊരു നല്ല കാര്യമില്ല നീ ചെയ്യാൻ പോകുന്നത്, ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. ഉഠോ എന്ന് പറയണത് എണീക്ക്. എന്നിട്ടോ സദ്മോ കോ ഭൂൽ ജാओ, നീ ദുഃഖങ്ങളൊക്കെ മറന്നേക്ക്. इंसान की जिंदगी में सदमे न हो तो खुशियों से क्या हिस्स उठाएगा. എന്താണ് മനുഷ്യന്റെ ജീവിതത്തിലെ പ്രയാസങ്ങള്, സദ്മേ ദുഃഖ് ന ഹോ തോ ഖുഷിയോ സെ ക്യാ ഹിസ്സ് ഉഠായേഗ, വെറും സന്തോഷങ്ങൾ പിന്നെ എങ്ങനെ ഉണ്ടാവുക, സന്തോഷം പിന്നെ എങ്ങനെ നമുക്ക് ഉണ്ടാവുക, ആസ്വദിക്കാൻ പറ്റുക. ചലോ മേരെ സാത്ത്, ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്, സുഖ ദുഃഖങ്ങളുടെ സംഗമമാണ്. അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യ്, വാ എന്റെ കൂടെ നീ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ സാഹിദ് എന്ത് ചെയ്യാണ്, ഈ വ്യക്തിയെ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പൊ ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്, ഇവിടെ ഒരു സാഹിദ് എന്ത് ചെയ്തു, ആത്മഹത്യക്ക് പോകുന്ന ഒരാളാണ് എന്ത് ചെയ്യുന്നത്, മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ ഒരു ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യണം, മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്ന ഒരാളായി മാറുകയാണ്. അതാണ് നമ്മുടെ സാഹിദ് എന്ത് ചെയ്തത്, ഇവിടെ ദൂസറ ഏക ജാൻ ബച്ചാനെ വാല ഹോ ഗയ എന്ന് പറയുന്നത്. ഓക്കെ, ശുക്രിയ.